10:30 മണിക്കൂർ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചേട്ടൻ ഫുൾ പവറിൽ നല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് കിടന്നുറങ്ങി നമ്മൾ ഇതേ എണ്ണീറ്റ് വെളിയിൽ പോവാണ്. ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചധികം തന്നെയുണ്ട്. അങ്ങനെ ഷോപ്പിലെത്തി ഞാൻ എൻ്റെ സ്റ്റൈലിസ്റ്റിനെ അങ്ങോട്ട് ഇറക്കി വിട്ടു. അങ്ങനെ ചേട്ടനും ഞാനും കൂടെ കുറച്ച് ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് കേട്ടോ. ഈ ഒരു ബ്ലൂ ടോപ്പും ഈ ഒരു സ്കേർട്ടും പിന്നെ ഈ ഒരു എഡ് ഹാഡിയുടെ ജീൻസും പിന്നെ ഈ ഒരു വൈറ്റ് സ്കേർട്ടും കൂടെ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ ഈ സ്കേർട്ട് കണ്ടപ്പോഴത്തേക്കും കഥകളിക്കാരെ പോലെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയെങ്കിലും എൻ്റെ സ്റ്റൈലിസ്റ്റ് പറഞ്ഞു അതൊന്നും നോക്കണ്ട, ഫുൾ പാഷനാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫസ്റ്റ് ഇട്ട് സ്കേർട്ടൊക്കെ ബാക്കിയെല്ലാം നമ്മൾ കണ്ണും പൂട്ടി അവിടെ നിന്ന് എടുത്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബില്ലെല്ലാം പേ ചെയ്ത് നമ്മൾ അടുത്ത പോയത് സാറയിലോട്ടാണ്. സാറയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ കാണുന്ന കുറച്ച് ഡ്രസ്സെല്ലാം അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ട് ഇതിന് ഞാൻ ഒരെണ്ണം എടുത്തു കേട്ടോ. അത് ഏതാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത് ഇടുമ്പോൾ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ അതെല്ലാം ബില്ല് പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ മെൻ സെക്ഷനിൽ പോയി കേട്ടോ. ഓൾമോസ്റ്റ് കളക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഡ്രസ്സെല്ലാം മേടിച്ചെന്ന് റിജോയ്ക്ക് എൻ്റെ പേരിൽ ഞാൻ വീണ്ടും നന്ദി പറയുകയാണ്. ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇപ്പം നമ്മളുള്ളത് സദേൺ സ്പൈസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അവിടുത്തെ ഈ ഒരു പാൽക്കുഞ്ച് മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ കിഡിലും ഐറ്റമാണ് കേട്ടോ. ഇവർ സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കഴിച്ചത്. അവർ തന്ന ഹൈപ്പിനുള്ള സാധനം എന്തായാലും അതിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിച്ചത് പൊറോട്ടയും ഡക്ക് റോസ്റ്റും പിന്നെ ഈ ഒരു ഫിഷ് പൊള്ളിച്ചതാണ് കേട്ടോ. പൊറോട്ടയൊക്കെ കല്ലിലടിച്ചാണ്, മറ്റേ ഫ്രോസൺ അല്ല. അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ സർവീസ് അതും അടിപൊളിയാണ് കേട്ടോ. ഒരു ഹോംലി ഫീൽ പോലെയൊക്കെ കിട്ടി. പിന്നെ ഈ ക്രിസ്മസ് ഡെക്കോറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല എനർജി ആയതുകൊണ്ട് റിജോ പറഞ്ഞു ഈ ഒരു അൽമാരയൊക്കെ ഒന്ന് സെറ്റാക്കി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുറച്ച് മ്യൂസിക്കും കൂടെ ആകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുള്ള് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കി പെറുക്കി കേട്ടോ. ഇങ്ങനെ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ പണിയൊക്കെ തീരുന്നത്. അങ്ങനെ ഫുൾ സെറ്റായി കേട്ടോ. അങ്ങനെ അടുക്കി പെറുക്കി കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡായി. എന്നാൽ പോയി നല്ലൊരു ചൂടുവെള്ളത്തിൽ കുളിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു കുളിയൊക്കെ കുളിച്ചു, നമ്മുടെ സ്കിൻ കെയറും ചെയ്ത് അന്നത്തെ ഒരു ഡേ അവിടെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.